भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ അഷ്ടമോധ്യായ. ബ്രാഹ്മണ ഉവാച. സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരക ഏവ ച. ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധ. ഗ്രാസം സമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ. യദൃച്ഛൈവാപതിതം ഗ്രസേദാജഗരോക്രിയ. ശയീതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ. യതി നോപരമേദ്ഗ്രാസോ മഹാഹിരിവദിഷ്ടഭുക്ക്. ഓജസ്സഹോ ബലയുതം ബിഭ്രദ്ദേഹമകർമ്മകം. ശയാനോ വീതനിദ്രശ്ച നേഹേതേന്ദ്രിയവാനപി. മുനി പ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയാ. അനന്തപാരോഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഇവാർണവ. സമൃദ്ധകാമോ ഹീനോ വാ നാരായണപരോ മുനി. നോത്സർപ്പേത ന ശുഷ്യേത സരിദ്ഭിരിവസാഗര. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ. പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവൽ. യോഷിദ്ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു മായാരിജിതേഷു മൂഢ. പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യാ പതംഗവൻ നശ്യതി നഷ്ടദൃഷ്ടി. സ്തോകം സ്തോകം ഗ്രസേൽഗ്രാസം ദേഹോ വർത്തേത യാവതാ. ഗൃഹാനഹിംസന്നാതിഷ്ഠേത് വൃത്തിം മാധുകരിം മുനി. അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യഃ കുശലോ നരാ. സർവതഃ സാരമാദദ്യാൽ പുഷ്പേഭ്യൈവ ഷഡ്പദ. സായന്തനം ശ്വസ്തനം വാ ന സംഗൃഹീത ഭിക്ഷിതം. പാണിപാത്രോദരാമത്രോ മക്ഷികേവ ന സംഗ്രഹീ. സായന്തനം ശ്വസ്തനം വാ ന സംഗൃഹീത ഭിക്ഷുക. മക്ഷികാ ഇവ സംഗൃഹൻ സഹതേന വിനശ്യതി. പദാപി യുവതിം ഭിക്ഷുർ ന സ്പൃശേൽ ദാരവീമപി. സ്പൃശൻ കരീവ ബധ്യേത കരിണ്യാ അംഗസംഗത. നാധിഗച്ഛേൽ സ്ത്രിയം പ്രാജ്ഞ കർഹി ജിന്മൃത്യുമാത്മന. ബലാധികൈ സഹന്യേത ഗജൈരന്യൈർഗജോ യഥാ. നദേയം നോപഭോഗ്യം ച ലുബ്ധൈർയദ്ദുഃഖസഞ്ചിതം. ഭുങ്ക്തേ തദപി തച്ചാന്യോ മധുഹേവാർത്ഥവിന്മധു. സുദുഃഖോപാർജിതൈ വിത്തൈരാശാസാനാം ഗൃഹാശിഷ. മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. ഗ്രാമ്യഗീതം ന ശൃണുയാൽ
യതിർവനചര ക്വചിൽ ശിക്ഷേത ഹരിണാത് ബദ്ധാത് മൃയോർഗീതമോഹിതാൽ നൃത്യവാദിത്രഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനഗോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുത ജിഹ്വയാദിപ്രമാധിന്യ ജനോ രസവിമോഹിത മൃത്യുമൃച്ഛത്യസദ്ബുദ്ധിർമീനസ്തു ബഡിശൈര്യഥാ ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണ വർജയിത്വാ തുരസനം തന്നിരന്നസ്യ വർദ്ധത്തെ താവൽജിതേന്ദ്രിയോ ന സ്യാദ്വിചിതാന്യേന്ദ്രിയ പുമാൻ ന ജയേൽ രസനം യാവൽജിതം സർവം ജിതേ രസേ. പിംഗള നാമ വേശ്യാസീൽ വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിൽ നിബോധ നൃപനന്ദന സാ സ്വൈരിണ്യേകദാ കാന്തം സങ്കേത ഉപനേഷ്യതി അഭൂത്കാലേ ബഹിർദ്വാരി ബിഭ്രതീരൂപമുത്തമം മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷഋഷഭ താൻ ശുൽക്കദാൻ വിത്തവത കാന്താന്മേനർത്ഥകാമുക ആഗതേഷ്വപയാതേഷു സാ സങ്കേതോപജീവിനി അപ്യന്യോ വിത്തവാൻ കോപി മാമുപൈഷ്യതി ഭൂരിദ ഏവം ദുരാശയാധ്വസ്തനിദ്രാദ്വാര്യവലംബതി നിർഗച്ഛന്തി പ്രവിശതി നിഷീധം സമപദ്യത തസ്യാ വിത്താശയാ ശുഷ്യദ്വക്ത്രായാ ദീനചേതസാ നിർവേദ പരമോ ജജ്ഞേ ചിന്താഹേതു സുഖാവഹ തസ്യാ നിർവിണ്ണചിത്തായാ ഗീതം ശൃണുയഥാ മമ നിർവേദ ആശാപാശാനാം പുരുഷസ്യ യഥാഹ്യസി നഹ്യംഗാജാത നിർവേദോ ദേഹബന്ധം ജിഹാസതി യഥാ വിജ്ഞാനരഹിതോ മനുജോ മമതാം നൃപാം. പിംഗളോ വാച അഹോ മേ മോഹവിതതിം പശ്യതാ വിജിതാത്മന യാ കാന്താദസതകാമം കാമയേന ബാലിശാ സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാദിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ അഹോ മയാത്മാ പരിതാപിതോ വൃഥാ സാങ്കേത്യവൃത്യാദിവിഗർഹ്യവാർത്തയാ സ്ത്രൈണാന്നരാൽ യാർത്ഥതൃഷോനുശോച്യാൽ ക്രീതേന വിത്തം രതിമാത്മനേക്ഷതി യതസ്ഥിഭിർനിർമ്മിതവംശവംശ്യസ്ഥൂണം ത്വചാ രോമനഖൈ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതൽ വിൺമൂത്രപൂർണം മധുപൈതികാന്യാ വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീ യാന്യമിച്ഛന്ത്യ സത്യസ്മാദാത്മദാൽ കാമമച്യുതാൽ സുഹൃൽപ്രേഷ്ഠതമോ നാഥ ആത്മാ ചായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേനേന യഥാരമാ കിയൽ പ്രിയം തേ വ്യഭജൻ കാമായേ കാമദാനരാം ആദ്യന്തവന്തോ ഭാര്യായ ദേവാവാ കാലവിദ്രുത നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണുക്കേനാപി കർമ്മണ നിർവേദോയം ദുരാശായ യന്മേ ജാത സുഖാവഹ മൈവം സ്യോർമന്ദഭാഗ്യായ ക്ലേശാ നിർവേദഹേതവ യേനാനുബന്ധം നിർഹൃത്യ പുരുഷശമമൃച്ഛതി തേനോപകൃതമാദായ ശിരസാഗ്രാമ്യസംഗത ത്യക്ത്വാ ദുരാശാശരണം വ്രജാമി തമധീശ്വരം സന്തുഷ്ട ശ്രദ്ധധത്യേതൽ യഥാ ലാഭേന ജീവതി വിഹാരാമ്യമുനൈവാഹമാത്മനാ രമണേന വൈ സംസാരകൂപേ പതിതം വിഷയൈർമുഷിതേ ക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോന്യസ്ത്രാതുമധീശ്വര
ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത നിർവിദ്യേത യദാഖിലാൽ അപ്രമത്ത ഇദം പശ്യേൽ ഗ്രസ്തം കാലാഹിനാ ജഗൽ. ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിതമതിർദുരാശാം കാന്തതർഷജാം ചിത്തോപശമമാസ്ഥായ ശയ്യാമുപവിവേശ സാ. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യകാന്താശാം സുഖം സുഷ്വാപ പിംഗളാ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ അജഗരാദി നവഗുരൂണാം വർണ്ണനം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അച്യുതാനന്ദ ഗോവിന്ദ. വിഷ്ണോ നാരായണാമൃത. രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ധന്വന്തരീമൂർത്തിയെ മനസ്സാ വന്ദിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരോപാസനയുടെ 781 ദിവസം ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ദത്താത്രേയൻ എന്ന അവധൂതൻ യദുമഹാരാജാവിന് നൽകുന്ന ഉപദേശം, അതാണ് ദത്താത്രേയ ഗീത അല്ലെങ്കിൽ 24 ഗുരുക്കന്മാർ എന്ന ഭാഗം. അതിൽ 7-ാമത്തെ അധ്യായത്തിൽ 8 ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, മാടപ്രാവ് അല്ലെങ്കിൽ കപോതപക്ഷി. ഇനി 9 ഗുരുനാഥന്മാരെ കുറിച്ചാണ് 8-ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. പെരുമ്പാമ്പ്, സമുദ്രം, ഈയാമ്പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്ന ആള്, മാൻ, മത്സ്യം, പിങ്കള എന്ന വേശ്യാസ്ത്രീ. പിന്നീട് 9-ാമത്തെ അധ്യായത്തിൽ 7 ഗുരുനാഥന്മാരെ കുറിച്ചും പിന്നീട് 25-ാമത്തെ ഗുരുനാഥനായി ദേഹത്തെയും വർണ്ണിക്കുന്നു. ഇവിടെ ബ്രാഹ്മണ ഉവാച എന്ന് പറഞ്ഞാണ് 8-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ദത്താത്രേയൻ പറയുകയാണ്, അവധൂത ബ്രാഹ്മണൻ സുഖം ഐന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാന്നേച്ഛേത തദ്ബുധ. അല്ലയോ രാജാവേ, ഐന്ദ്രിയകം സുഖം സ്വർഗേ നരകേ ഏവ ദേഹിനാം. ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖമുണ്ടല്ലോ, അത് സ്വർഗത്തിലും നരകത്തിലും ദേഹികൾക്കുണ്ട് എന്നാണ്. അപ്പോ യത് യഥാ തഥാ, യാതൊന്ന് ഏതു തരത്തിലാണോ അതേ തരത്തിൽ ദുഃഖവും തസ്മാത് അത് കാരണം അതിനെ അറിവുള്ള ആളുകൾ ന ഇച്ഛേത, അവര് ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പൊ സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലും നരകത്തിലും സുലഭമായിട്ടുള്ള സുഖദുഃഖങ്ങളുടെ പിന്നാലെ അറിവുള്ള ആളുകൾ പോവില്ല, അവരത് ആഗ്രഹിക്കണില്ല എന്നാണ്. പെരുമ്പാമ്പ് മുതൽ 9 ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ചത്, ചിലരിൽ നിന്ന് അങ്ങനെ ആവണമെന്നും മറ്റു ചിലരിൽ നിന്ന് അങ്ങനെ ആവരുത് എന്നും പഠിച്ചു എന്നാണ് അവധൂത ബ്രാഹ്മണൻ ദത്താത്രേയൻ യദു മഹാരാജാവിന് ഉപദേശിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്. അപ്പോ ആ അവധൂതൻ പറഞ്ഞു, രാജാവേ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ സുഖമുണ്ടാവും, അതേപോലെ തന്നെ ദുഃഖം ഉണ്ടാവും. അങ്ങനെ സ്വർഗത്തിലും നരകത്തിലുമുണ്ട്. നരകത്തിന് തുല്യമായി നികൃഷ്ടമായ പല ജന്മങ്ങൾ എടുക്കുന്ന ആളുകൾക്ക്, അവർക്ക് എന്തിന് മൃഗങ്ങൾക്ക് പോലും പുത്രകളത്ര സംബന്ധമായ സുഖമുണ്ട്. ആഹാര നീഹാര നിദ്രാ മൈഥുനങ്ങൾ, ഇത്
സകല ജന്മങ്ങൾക്കുമുണ്ട്. നോക്കൂ, അമേധ്യം തുടങ്ങിയ മലിന സാധനങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവർക്ക് സുഖം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത് ഭക്ഷിക്കേണ്ടത്. ഇപ്പൊ സ്വർഗവാസികൾക്കും യുദ്ധാദികൾ പോലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ദുഃഖമുണ്ടാവാനായി ആരും പ്രാർത്ഥിക്കണില്ല. ഭാഗവതത്തിൽ ആപത്തുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്ത അത് കുന്തിദേവിയാണ്, അല്ലേ? ദുഃഖം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദുഃഖം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതേപോലെ അദൃഷ്ടവശാൽ വരാവുന്ന സുഖദുഃഖങ്ങളെ തടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ഉറപ്പല്ലേ? സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണ്. കർമാനുസരണം വരുന്നവയെ സ്വീകരിക്കുക എന്നല്ലാതെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാകുന്ന സുഖത്തിനു വേണ്ടി ശ്രമപ്പെട്ട് ആയുസ്സും അർത്ഥവും നഷ്ടപ്പെടുത്തുന്നതിൽ ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കാനാവില്ല. അറിവുള്ള ആളുകൾ ഇതിന്റെ പിന്നാലെ പോവില്ല. ഗ്രാസം സമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ യദൃച്ഛൈവാപതിതം ഗ്രസേദാജഗരോ ക്രിയ. അതാണ്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. യദൃച്ഛാലാഭ സംതൃപ്തി, അതാണ് ആദ്യം പറഞ്ഞത്. അതിനാണ് അജഗരം, പെരുമ്പാമ്പിനെ ഉദാഹരിച്ചത്. പെരുമ്പാമ്പിന്റെ ഗുരുവാണ്. എങ്ങനെ? യദൃച്ഛയാ ആപതിതം, ഈശ്വരന്റെ സങ്കല്പമനുസരിച്ച് വന്നു ചേരുന്ന ഗ്രാസം, കബളം, ആ ഭക്ഷണം. സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകം ഏവവാ, സ്വാദുള്ളതാവട്ടെ രസമില്ലാത്തതാവട്ടെ കുറച്ചാവട്ടെ കൂടുതലാവട്ടെ, മഹാന്തം അധികം, സ്തോകം കുറച്ച്, എന്തായാലും അവിടെ പറയുകയാണ് അജഗരത്തെ പോലെ. അജഗരം എങ്ങനെയാണ്? പെരുമ്പാമ്പ് എങ്ങനെയാ? അക്രിയ, വ്യാപാരരഹിതനായി ഒന്നും ചെയ്യാതെ ഗ്രസേത്, വിഴുങ്ങണം. സ്വാദു നോക്കി അനുഭവിക്കാതെ കണ്ഠദ്വാര ഉദരത്തിലേക്ക് എത്തിക്കണം എന്നാണ്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ അത്യധ്വാനം വേണ്ട. വിഷയസുഖം പ്രാരബ്ധമനുസരിച്ച് നമുക്ക് വന്നു ചേരും. ശരീരം നിലനിൽക്കാനാണ് ഭക്ഷണാദികൾ. അപ്പൊ അതിന് പണിയെടുക്കേണ്ടേ എന്നാണെങ്കിൽ ശരീരത്തിൽ ആത്മാവെന്നുള്ള ബുദ്ധി വിവേകികൾക്ക് ഉണ്ടാവില്ല. ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യത്തെ. എന്താണ്? ദേഹം ജന്മാന്തര കർമ്മം അനുഭവിച്ചു തീർക്കാനുള്ള, ആ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, ഒരു വീടാണെന്നാണ്. അതുകൊണ്ട് ശരീരരക്ഷയ്ക്കു വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത് എന്ന് കാണിക്കുന്നു. പ്രാരബ്ധം നാഥനായിരിക്കുന്നത് കൊണ്ട് അതിന് പരിശ്രമം ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു യോഗി ഇന്ന ഭക്ഷണം കിട്ടണം, ഇത്ര വേണം, ഇന്നതുപോലെ തരണം, ഇതൊന്നും ആഗ്രഹിക്കില്ല. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കും. പ്രാരബ്ധം നശിക്കുന്നത് വരെ മാത്രമേ ശരീരം നിലനിൽക്കുള്ളൂ. കുറച്ചോ കൂടുതലോ സ്വാദുള്ളതോ സ്വാദില്ലാത്തതോ ഏത് തരത്തിലുള്ള ഭക്ഷണം എപ്പോഴാണോ നമുക്ക് ലഭിക്കുന്നത് അതേപോലെ. അത് അജഗരത്തിന്റെ, പെരുമ്പാമ്പിന്റെ സ്വഭാവമാണെന്നാണ്. അപ്പോ ശയീതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ യതി നോപനമേൽ ഗ്രാസോ മഹാഹിരിവ ദിഷ്ടഭുക്. ഗ്രാസ, ഭക്ഷണം, യതിത ഉപനമേത്, സമീപത്തേക്ക് വരുന്നില്ലെങ്കിൽ മഹാഹി ഇവ, ആ പെരുമ്പാമ്പ് മലമ്പാമ്പ് എന്നതുപോലെ ദിഷ്ടഭുക്, അദൃഷ്ടകർമ്മത്തെ അനുഭവിക്കുന്നതിനായി അല്ലെങ്കിൽ അനുഭവിക്കുന്ന തരത്തിൽ നിരാഹാര, ആഹാരമില്ലാത്തവനായി, അനുപക്രമ, അതിനായി പ്രയത്നിക്കാത്തവനായി, ഭൂരീണി അഹാനി ശയീത, എത്രയോ കാലം അവിടെ അങ്ങനെ കിടക്കണം എന്നാണ്. ഈ പെരുമ്പാമ്പിന്റെ അടുത്തേക്ക് ഭക്ഷണം വന്നു ചേരുമ്പോൾ മാത്രമേ ഭക്ഷിക്കുള്ളൂ, അതില്ലാത്തപ്പോൾ അത് ഭക്ഷിക്കില്ല എന്നാണ്. അപ്പൊ സ്വപ്രയത്നം കൂടാതെ ഭക്ഷണം സിദ്ധിക്കുന്ന കാലം വരെ കിടക്കണം, അതിനായിട്ട് ഒരു ശ്രമവും വേണ്ട എന്നാണ്. പട്ടിണി കിടക്കുന്ന സമയത്തിലും സൂക്ഷ്മമായൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോ ഭക്ഷണമില്ലാത്തതിനാലുള്ള ദുഃഖത്തെ അനുഭവിക്കേണ്ടതായ കർമ്മഫലം അനുഭവിച്ചു കഴിക്കുകയാണ് ഇപ്പൊ പ്രവൃത്തി. ഇപ്പൊ നമ്മൾ കഴിക്കണത് എന്താ? ആ അനുഭവത്തെ അനുഭവിച്ചു കഴിക്കണു. ഇതാണ് ആ സമയത്തെ ഭക്ഷണം എന്നാണ്. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ദേഹം നശിക്കൂല്ല എന്ന് പറയുന്നു. ഇപ്പൊ സിദ്ധിച്ച ശരീരം പ്രാരബ്ധത്തിനനുസരിച്ച് ആ പ്രാരബ്ധം തീരുന്നതോടുകൂടി ശരീരം ഇല്ലാതെയാവും.
ശരീരം ഉണ്ടായി വരുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ആവശ്യമില്ല. ശരീരത്തെ നിർവഹിപ്പിക്കാനുള്ള അധികാരിയായ പ്രാരബ്ധത്തിനനുസരിച്ച് ഈ ദേഹം സമർപ്പിക്കുക. അജഗരത്തിൽ നിന്ന് ഞാൻ അതാണ് പഠിച്ചത് എന്ന് അവിടെ പറയുന്നു. ഓജസ്സഹോ ബലയുതം ബിഭ്രദ്ദേഹമകർമ്മകം ശയാനോ വീതനിദ്രശ്ച നേഹേതേന്ദ്രിയവാനപി. ഓജസ്സഹോ ബലയുതം, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ശരീരത്തിനും ബലമുള്ളതായ ദേഹം, ശരീരത്തെ അകർമ്മകം ബിഭ്രൽ, കർമ്മം ചെയ്യാത്തതായി വഹിച്ച് ശയാന, കിടന്നും വീതനിദ്രച, ഉറങ്ങാതെയും ഇരിക്കുന്ന യോഗി ഇന്ദ്രിയവാനപി, ഇന്ദ്രിയങ്ങൾ ഉള്ളവനായാലും ന ഈഹേത, പ്രവർത്തിക്കരുത് എന്ന് കാണിക്കുന്നു. പ്രവർത്തിക്കാൻ ശക്തിയുണ്ട്, സാമർഥ്യമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എന്തിനാ അങ്ങനെ കിടക്കണത്? അപ്പോ ഇന്ദ്രിയങ്ങളുടെ സാമർഥ്യമാണ് ഓജസ്സും മനഃശക്തിയാകുന്ന സഹനവും, പ്രവർത്തിക്കാനുള്ള സാമർഥ്യമാകുന്ന ബലവും. ഇതൊക്കെ ദേഹത്തിനുണ്ട്. പക്ഷേ ദേഹപോഷണത്തിനുള്ള പ്രവൃത്തിയിലും വിഷയസുഖം അനുഭവിക്കുന്ന വിചാരത്തിലും പെടാതെ ഉറങ്ങിയവന് തുല്യനായി. ഉറങ്ങരുത്. ആത്മധ്യാനത്തിൽ അതിജാഗരൂകനായിരിക്കണം യോഗി. നേത്രം, ശ്രോത്രം, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കോട്ടവുമില്ല. അവയുടെ വ്യാപാരങ്ങൾ നടത്താൻ തനിക്ക് ശക്തിയുണ്ട്. പക്ഷെ ഭക്ഷണം തരാനായി എല്ലാവരും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും പാടില്ല എന്നാണ്. കയ്യിലേക്ക് വന്ന് വീഴുന്നതിനെ സ്വീകരിക്കുക. ഇങ്ങനെ ദേഹഭാവന മറന്ന് ആത്മഭാവന ചെയ്തുകൊണ്ടിരിക്കണം യോഗി എന്ന് ഞാൻ പഠിച്ചത് ഈ പെരുമ്പാമ്പിൽ നിന്നാണ് എന്ന് അവിടെ പറയുന്നു. അങ്ങനെ പെരുമ്പാമ്പ് എൻ്റെ ഗുരുവായി, പെരുമ്പാമ്പിനെ പോലെ ആവണം എന്ന് ഞാൻ പഠിച്ചു എന്നാണ്. ഈ ഭാഗത്തോടുകൂടി, 4-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ സമുദ്രം, ഇയാമ്പാറ്റ തുടങ്ങിയ ആ ഗുരുനാഥന്മാരെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിന് ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കും. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു.
ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.